ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ടാലിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാലി എന്ന സോഫ്റ്റ്വെയർ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതായത് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഒക്കെ സർവീസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്ററിൽ ടാലി യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങളിൽ ഈ ടാലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടാലിയിൽ നമ്മളൊരു അഡീഷണൽ TDL എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അത് ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പെയ്ഡായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ടാലിയിലെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഡാറ്റകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ TDL എന്ന് പറയുന്നത്. അത് അഡ്വാൻസ്ഡ് ഡാറ്റ, അതുപോലെ അഡ്വാൻസ് റിപ്പോർട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു TDL ഉണ്ട്. അത് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ഇൻവോയ്സിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കസ്റ്റമറുടെ പേര്, കസ്റ്റമർ മൊബൈൽ നമ്പർ, ഇത് മാത്രമൊക്കെ അടിക്കാനുള്ള ചെറിയൊരു കോളം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മുന്നത്തെ വീഡിയോ നമ്മൾ സെയിൽസ് അടിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ TDL ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൂടെ നമുക്ക് ഓട്ടോമൊബൈൽ ബന്ധപ്പെട്ടുള്ള ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ, വാഹനത്തിൻ്റെ ചേസിസ് നമ്പർ, അതുപോലത്തെ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാൻ ഈ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ TDL ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനൊരു കാറ് വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു കാർ സർവീസിന് വന്നു. അയാൾ സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളൊരു ഇൻവോയ്സ് കൊടുക്കും. ആ ഇൻവോയ്സിൽ സാധാരണ ഒരു ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാലിയിൽ അടിക്കുമ്പോൾ അതിൽ കസ്റ്റമർ ഡീറ്റെയിലോ അല്ലെങ്കിൽ കസ്റ്റമർ പേരോ അല്ലെങ്കിൽ ഒരു വണ്ടി നമ്പറോ മാത്രം കൊടുക്കാനുള്ള ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യുക, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, കൂടാതെ ചേസിസ് നമ്പർ, വണ്ടിയുടെ ഒരു ജോബ് കാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ ഈ ജോബ് കാർഡിലാണ് എഴുതി വെക്കുക. അതായത് ആ വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റുകളുണ്ട്, എന്തൊക്കെ അതിൻ്റെ റിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ജോബ് കാർഡിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ജോബ് കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ, ഇതൊക്കെ നമ്മൾ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിലാവുമ്പോൾ ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള ഒരു ഓപ്ഷനൊന്നും ടാലിയിൽ പൊതുവെ ഇല്ല. ടാലിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു കോളൊന്നും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തൊരു TDL ആണ് നമ്മളിനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ TDL എങ്ങനെ നമ്മുടെ ടാലിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. താഴെ കൊടുത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് TDL ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. TDL ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വരും. ഒരു സിപ്പ് ഫയലായിട്ടാണ് അത് കിടക്കുന്നത്. അത് നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതൊരു ഫോൾഡറിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഫയൽ എക്സ്ട്രാക്റ്റ് ആവും. അതിൽ നമുക്ക് സർവീസ് ഇൻവോയ്സ് TCP എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. ആ ഫയലാണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം ടാലി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ടാലിയുടെ റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഒരു ഫോൾഡർ അത് ഓപ്പൺ ആവും. അതിൽ കൊണ്ടുപോയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ കോപ്പി ആൻഡ് റീപ്ലേസ് എന്നുള്ളത് ഞാൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ആ ഒരു ഫയലിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റീനെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പേരിന് മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഫയലിൻ്റെ പേരൊന്ന് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളത് മിനിമൈസ് ചെയ്തിട്ട് ടാലി ഓപ്പൺ ചെയ്യുക. ടാലി ഓപ്പൺ ചെയ്തിട്ട് ടാലിയിൽ ഏറ്റവും താഴെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കാണാം, F12, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ TDL കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണാം F4 അടിക്കുക. ഒന്നുകിൽ F4 അടിക്കുക, അല്ലെങ്കിൽ ലോക്കൽ TDS എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ TDL കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ ഒരു ലിസ്റ്റ് ഓഫ് TDS എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ അതിൽ ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്, സെയിൽസ്മാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതുമാതിരി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ പേര് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് കീബോർഡിലെ Ctrl+Alt+V ഈ 3 ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പേസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ആ പേര് അവിടെ അതുപോലെ അടിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ TDL അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് മുകളിൽ നോക്കിയാൽ കാണാം ലോക്കൽ TDS എന്ന് പറഞ്ഞതിൻ്റെ താഴെ സർവീസ് ഇൻവോയ്സ് TCP എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവായിട്ട് കിടക്കുന്നതാണ്.
നമ്മളത് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എററോ ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ അത് എറർ ആവും. അപ്പോൾ അത് സ്പെല്ലിംഗ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. ഇനി നമുക്ക് ഈ TDL എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻവോയ്സ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇൻവോയ്സ് അടിച്ച് നോക്കാം. ട്രാൻസാക്ഷനിൽ താഴെ കാണുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സ് അടിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് വൗച്ചർ ഓപ്പൺ ആയിട്ട് അതിൽ F8 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. F8 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് താഴെ കാണാം കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നോർമൽ ഇൻവോയ്സിൽ നിന്ന് മാറിയിട്ട് ജോബ് കാർഡ് നമ്പർ, വെഹിക്കിൾ നമ്പർ, ഒതർ റെഫറൻസ്, വെഹിക്കിൾ കളറ്, വെഹിക്കിൾ എൻജിൻ നമ്പർ എന്ന് പറഞ്ഞ് കുറേ അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ ടാലിൽ ഇതുവരെ കാണാത്ത കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു TDL കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊരു ഇൻവോയ്സ് ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കാം. ഒരു ജസ്റ്റ് ക്യാഷ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു, പാർട്ടി അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് നമുക്കൊരു ഇൻവോയ്സ് ചെയ്യുമ്പോൾ അത് ഇൻവോയ്സിൽ എങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് ഇത് ടാലിയിൽ വന്നാൽ മാത്രം പോരാ, ഇൻവോയ്സ് അടിച്ച് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ആ ഇൻവോയ്സിലും ഈ ഡീറ്റെയിലുകൾ വരണം. അപ്പോൾ അത് നമ്മൾ ഇനാബിൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻവോയ്സ് അടിച്ച് നോക്കണം. ജസ്റ്റ് എല്ലാം എൻ്റർ ചെയ്ത് പോകുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഐറ്റം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഐറ്റം നെയിം എന്നുള്ളിടത്ത് ഞാൻ ജസ്റ്റ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഐറ്റം ക്രിയേറ്റ് ചെയ്യാനും. അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡ് വീഡിയോസ് ഉണ്ട്, പഴയ വീഡിയോസിൽ കയറി നോക്കിയാൽ മതി. ഐറ്റം ക്രിയേഷൻ, സെയിൽസ് എല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീബോർഡിൽ Alt+C എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതൊരു വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ഞാനൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ട് നമ്പർ BP എന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അണ്ടർ എന്നുള്ളത് പ്രൈമറി എന്നുള്ള കൊടുക്കുന്നുണ്ട്. യൂണിറ്റ് ഓഫ് മെഷർ എന്നുള്ളത് NOS എന്ന് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ക്വാണ്ടിറ്റി എന്നുള്ളടുത്ത് 1 എന്ന് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പ്രൈസ് ഒരു ആവറേജ് പ്രൈസ് ഒരു 700 പ്രൈസും കൊടുത്തു ഞാൻ. ഓക്കെ, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് പോവാം. ജസ്റ്റ് എൻ്റർ ചെയ്ത് പോയിട്ട് ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ വന്നിട്ട് ഇനിയാണ് നമ്മൾ ജോബ് കാർഡ് നമ്പർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു കാർഡ് കംപ്ലൈൻറ്റുകൾ എഴുതുന്ന ഒരു കാർഡാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. ജോബ് കാർഡ് നമ്പർ, വെഹിക്കിൾ നമ്പർ, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് വെഹിക്കിൾ നമ്പർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒതർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ കാണാം. അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം ഇൻവോയ്സ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. വെഹിക്കിൾ കളറ്, ജസ്റ്റ് കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിന്നെ ചേസിസ് നമ്പർ, എൻജിൻ നമ്പർ, വണ്ടിയുടെ ചേസിസ് നമ്പർ, എൻജിൻ നമ്പറും, നമ്പർ ഓഫ് സിലിണ്ടർ, എൻജിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണാം. കൂടുതൽ ഡീറ്റെയിലുകൾ അവിടെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാനതൊക്കെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് ആക്സെപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കീബോർഡിലെ പേജപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇൻവോയ്സ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് Alt+P അടിച്ചെടുത്ത് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ വരും. Alt+P അടിച്ചതിന് ശേഷം നമുക്ക് പ്രിൻറ്റിൽ ഒരു ചെറിയ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Alt+P എൻ്റർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു വിൻഡോ വരും. അതിൽ ഏറ്റവും താഴെ F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കാണാം റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കാണാം. അത് നോ ആക്കി കൊടുക്കുക. അതായത് സിമ്പിൾ ഫോർമാറ്റ് അല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കതിൽ വേറെ എന്തെങ്കിലും ഇൻവോയ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതൊക്കെ നമുക്കവിടെ വായിച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവിടെ പ്രിവ്യൂ എന്നുള്ള പ്രിവ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻവോയ്സ് നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. എന്നിട്ട് താഴെ സൂം ഒന്ന് ചെയ്തിട്ട് നമുക്ക് ആ ഇൻവോയ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് അഡീഷണൽ കോളംസ് വന്നിട്ടുണ്ട്. വെഹിക്കിൾ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തെടുത്ത ആ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ചേസ് നമ്പർ, എൻജിൻ നമ്പർ, കളർ എന്ന പോലത്തെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇൻവോയ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ ഇൻവോയ്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടുമാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നതായിരിക്കും. See you, bye. Have a nice day.